തൃശ്ശൂർ വന്നിട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥലം ഉണ്ടായുള്ളൂ, അത് ശക്തൻ പാലസാണ്. ഇപ്പോൾ റിനോവേഷനൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ആയല്ലോ, അപ്പോൾ എന്തായാലും പോയി കാണാമെന്ന് വെച്ചു. അപ്പോൾ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോക്ക് പെർമിഷൻ ഉണ്ടായില്ല, ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ടിക്കറ്റിൻ്റെ ഒപ്പം നമ്മൾ എക്സ്ട്രാ 10 രൂപയും കൂടി കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഉള്ളിലൊക്കെ കയറി. ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന പല്ലക്ക് മുതൽ തലപ്പാവ് വരെ അവിടെ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റാത്ത എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞ് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു നടുമുറ്റുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഈ 4 കെട്ടൊക്കെ ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ കയറിയൊരു ഫീലായിരുന്നു. ഈ ബോർഡ് ശ്രദ്ധിച്ചോ, എവിടെ പോയാലും നമ്മൾ കാണാറുണ്ട്. നമ്മൾ ലാസ്റ്റ് ബീച്ചിലാൻ പോയപ്പോഴും കണ്ടെങ്കിൽ നമ്മളിങ്ങനെ, അതായത് ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാരുടെ പേര് എഴുതി വെച്ചിട്ട് അത് ഭയങ്കര വൃത്തികേടാക്കിയിടും. ഇതിൽ എന്ത് സുഖമാണ് അവർക്ക് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, അപ്പം നമ്മൾ വേണ്ടത് ക്ലീൻ ആക്കി ഇടാൻ. നമ്മൾ ഒന്ന് കണ്ടു ആസ്വദിക്കാൻ പോവുക, അല്ലാണ്ട് അത് വൃത്തികേടാക്കി ഇടുന്നതിനെ പറ്റി എനിക്ക് വളരെ മോശം അഭിപ്രായമാണ്. അതിനുശേഷം നമ്മൾ പാലസിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ചിത്രശലഭ ഉദ്യാനത്തിലേക്കാണ്. പേര് മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ, അവിടെ ചിത്രശലഭമൊന്നും ഉണ്ടായില്ല. പിന്നെ കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു, അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ ഉദ്യാനത്തിനുള്ളിൽ ഇരിക്കാനുള്ള ചെറിയ ബെഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.